സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാരുണ്യവാനായ നാഥന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ പ്രാർത്ഥനകൾ, ആ യാചനകൾ അല്ലാഹു സ്വീകരിക്കുകയും നമ്മൾക്ക് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അല്ലാഹുവിൽ നിന്ന് ഉത്തരമുണ്ടാകുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാത്ത, പലപ്പോഴും നമ്മൾ പഠിക്കാത്ത ഒരു കാര്യം, നമ്മളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിച്ച് നമ്മളെ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഉത്തരം നൽകാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാഹു നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അത് പലപ്പോഴും പറഞ്ഞു തരാത്തത് കൊണ്ടോ നമ്മൾ പഠിക്കാത്തത് കൊണ്ടോ ഭൂരിപക്ഷം വിശ്വാസികൾക്ക് പോലും അറിയാത്തൊരു കാര്യം. അതെന്താണ്? അല്ലാഹു നമ്മളുടെ നിയ്യത്ത് നോക്കുന്നുണ്ട്, പ്രാർത്ഥനയുടെ രൂപം നോക്കുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ പ്രതീക്ഷ ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പെരുമാറ്റം നമ്മുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി എന്ന് പരിശോധിക്കുന്നുണ്ട്. ഒരൊറ്റ ഹദീസ് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അല്ലാഹു പറയട്ടെ, റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു പറയട്ടെ, അതെപ്പോഴാ കിട്ടുക എന്നറിയും. നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും നിങ്ങളെ പറ്റി തൃപ്തി ഉണ്ടോ എങ്കിൽ അല്ലാഹു നമ്മളെ കുറിച്ചും തൃപ്തിപ്പെടും. അല്ലാഹുവിന്റെ തൃപ്തി നമ്മൾക്ക് പടച്ചതമ്പുരാന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടണം നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു കാര്യം, നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ വാപ്പിയും നമ്മളോട് കോപിച്ചിട്ടാണോ നിൽക്കുന്നത് എങ്കിൽ അള്ളാന്റെ കോപവും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് മാനദണ്ഡം. പടച്ചതമ്പുരാൻ നമ്മൾ അള്ളാനോട് തേടുന്ന ഓരോ വിഷയത്തിലും ഭൗതികപരമായ, പാരമ്പര്യപരമായ എന്തൊക്കെ വിഷയമുണ്ട് ആ മുഴുവൻ വിഷയത്തിലും അയൽവാസികൾ, കുടുംബക്കാര്, നാട്ടുകാര്, വീട്ടിലുള്ളവര്, സഹപ്രവർത്തകർ, ഇവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പരിഗണിച്ചിട്ടാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയിൽ പരിഗണിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഏറ്റവും പ്രധാനമായി നമ്മൾ അള്ളാഹുവിനോട് തേടുന്ന പ്രാർത്ഥനയിൽ ഒന്ന് രണ്ട് ഭാഗം പറയണം. ഒന്ന്, പടച്ചോനെ എന്നെ എന്റെ കുടുംബത്തെയും പടച്ചോനെ നീ കാത്തിരക്ഷിക്കണം. ഞങ്ങൾക്ക് നാഥ വലിയ പ്രയാസമുള്ള വാർത്തകളോ അനുഭവങ്ങളോ രോഗങ്ങളോ കഷ്ടപ്പാടുകളോ നാഥ നീ വരുത്തല്ലേ. എന്നെയും എന്റെ കുടുംബത്തോട് നീ കാരുണ്യം കാണിക്കണമേ, ഇർഹംനി യാ അല്ലാഹ്, കാത്തുരക്ഷിക്കണമേ നാഥ എന്ന് എല്ലാം നമ്മളും പ്രാർത്ഥിക്കുന്നതാണ്. ആ പ്രാർത്ഥനയ്ക്ക് നാഥൻ എന്നോടും എന്റെ കുടുംബത്തോടും കരുണ കാണിക്കണം. കരുണ കാണിക്കാന്നറിയും, വലിയ ദുരന്തം, പ്രയാസം, അപകടം, കഷ്ടപ്പാട് എന്നിവയിൽ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു പറയാം, ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകും. പക്ഷെ ഒരു കണ്ടീഷൻ. എന്താ കണ്ടീഷൻ അറിയും? ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമായി. ആകാശത്തുള്ള ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിങ്ങളോട് കരുണ ചെയ്യും, നമ്മളോട് കരുണ ചെയ്യും. എപ്പോൾ? ഇർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ള നിങ്ങളുടെ സഹപ്രവർത്തകരോട് നിങ്ങൾ കാരുണ്യത്തോടു കൂടി പെരുമാറുമ്പോൾ മാത്രം. എന്റെ സ്വഭാവം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു പരിശോധിക്കുന്നുണ്ട്. അയാൾ മറ്റുള്ളവരോട് കാരുണ്യത്തിലാണോ പെരുമാറുന്നത്, അല്ല കാർക്കശ്യത്തിലാണോ പെരുമാറുന്നത്? അയാളുടെ സ്വഭാവം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതാണോ, അല്ല ആൾക്കാർക്ക് വെറുക്കുന്നതാണോ? ഇവിടെ ഇത് പരിഗണിക്കും എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കില്ല. ഒരാളോട് അയാളുടെ വിഷയത്തിൽ ചില ആൾക്കാരല്ലേ, സാരല്ല പോയിക്കോട്ടെ, വാശി പിടിച്ചതിന് വെക്കും, പക്ഷെ സാരല്ല, ഞാൻ അയാൾക്ക് പുറത്തെടുക്കാണ്, ഞാൻ അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാണ്.
ചില ആളുകൾ അയാളോട് നമുക്ക് സംസാരിക്കാൻ ഇഷ്ടാണ്, അയാളോട് നമ്മൾക്കൊരു കാര്യം പറയാൻ ഇഷ്ടാണ്, സഹായം ചോദിക്കാൻ ഇഷ്ടാണ്, അയാളോട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, അയാളെ കൊണ്ട് പറ്റുമെങ്കിൽ അയാൾ ചെയ്യും. അയാളെ കുറിച്ച് ആളുകളുടെ മനസ്സിലുള്ളത് തൃപ്തികരമായ സന്തോഷകരമായ അവസ്ഥയാണെങ്കിൽ അല്ലാഹ് പറയാൻ അയാളുടെ പ്രാർത്ഥനയ്ക്ക് അതുപോലെ ഞാൻ അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഉത്തരം നൽകും. മറിച്ച് നമ്മെ കുറിച്ച് ആൾക്കാരുടെ അഭിപ്രായം അയാളുടെ അടുക്കണ്ടോ, അയാൾ എവിടെയാ പിടിച്ചത് അതിന്റെ അപ്പുറം അയാൾ നീങ്ങൂല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇഞ്ച് അയാൾ മാറൂല. പിടിച്ചോട്ട് പിടിച്ചതാണ്. എന്താണ് അയാൾ പറയാന്ന് അയാൾക്ക് തന്നെ അറിയില്ല. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും അയാൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അയാളുടെ സഹായം ചോദിക്കാൻ പേടി, അയാളുടെ കാര്യം പറയാൻ പേടി, ഇങ്ങോട്ട് വരുമോ ചോദിക്കാൻ പേടി, ഫോണിൽ കൂടെ കല്യാണം പറയാൻ പേടി, അങ്ങാടിയിൽ പറയാൻ പേടി, മക്കളുടെ കാര്യം പറയാൻ പേടി, എല്ലാവർക്കും പേടി. അല്ലാഹ് പറയാൻ അയാള് 5 വക്ത് നിസ്കരിച്ച് അവൻ ആയിക്കോട്ടെ 5 വക്ത് നിസ്കരിച്ച് കൈയൊക്കെ ഉയർത്തി തസ്ബീഹൊക്കെ ചൊല്ലി ഇസ്ലാമിന്റെ മര്യാദ പ്രകാരം അല്ലാഹുവോട് വാക്ക് ചോദിച്ചു. പക്ഷെ കാരുണ്യം ചോദിക്കണ്ട, അല്ലാഹ് തരൂല. അത് ഞാനൊന്നും വെറുതെ പറയില്ല, പ്രവാചകന്റെ വാക്കാണ്. മൻ ലാ യുർഹം ലാ യർഹം. ആൾക്കാരോട് കരുണ കാണിക്കാത്തവന് അല്ലാഹ് കരുണ കൊടുക്കൂല. കാരണം അയാൾക്ക് ആകെ ഒരു 10-35 ആൾക്കാരായ ചുറ്റുപാടുള്ളത്. ഇവർക്ക് മുഴുവൻ അയാളെ പേടിയാണ്. അയാളോട് സംസാരിക്കാൻ അയാളുടെ കാർക്കശ്യക്കാരനാണ്. അയാളുടെ ജീവിതത്തിൽ ഒരു സമാധാനം മരിക്കും വരെ കിട്ടിയിട്ടുണ്ടാവില്ല. മരിക്കുന്നത് വരെ അത്തരം മനുഷ്യർക്ക് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടാവില്ല. അയാൾക്ക് എല്ലാവരും ചീത്ത പറഞ്ഞ്, കുടുംബക്കാരെ ചീത്ത, വീട്ടുകാരെ ചീത്ത, മക്കളെ ചീത്ത, എല്ലാവർക്കും എല്ലാവരും പറയും എന്താ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ. മനുഷ്യന്മാർക്കല്ല പ്രശ്നം, അയാളുടെ ഹൃദയത്തിൽ അല്ലാഹു റഹ്മത്തും ബർക്കത്തും മാറ്റി സ്വഭാവ ദൂഷ്യം കൊണ്ട്, കാർക്കശ്യം കൊണ്ട്. സഹോദരങ്ങളെ, നമ്മളെ പരിശോധിക്കണ്ടേ. നമ്മൾ പടച്ചോനെ എന്റെ കുടുംബത്തിൽ ബർക്കത്ത്, എന്റെ വീട്ടിൽ ഒരു ദുരന്തമായ അനുഭവം ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമോ? അല്ലാഹ് നോക്കുന്നത് പ്രാർത്ഥനന്റെ മാത്രം മാനദണ്ഡമല്ല, നമ്മുടെ സ്വഭാവം നോക്കുന്നുണ്ട്. അയൽവാസികൾക്ക് ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം, എന്റെ കുടുംബത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം. അയാളുടെ കുടുംബത്തിൽ വിഷയമില്ല, അയാൾ മൂത്താണെങ്കിലും ചില വിഷയത്തിൽ, മതപരമായ വിഷയത്തിലും ബാക്കി വിഷയത്തിലും അദ്ദേഹത്തിന് ഇസ്ലാമികമായി പഠിച്ചതെങ്കിലും സ്വഭാവം അയാൾ നല്ല നീറ്റാണ്. നമുക്കൊരു കാര്യം അയാളോട് പറയാം, സഹായം ചോദിക്കാം. എന്നാൽ മറ്റേയാളുണ്ടല്ലോ, അയാളുടെ വണ്ടിന്റെ ബാക്കിൽ വരെ ഓണടിക്കാൻ പേടി, തിരിച്ചിട്ട് കച്ചറുണ്ടാക്കും. അറിയാതെ പോലെ അയാളെ ചെരുപ്പിലേക്ക് ചവിട്ടാൻ പേടിയാണ്. അയാളുടെ വാഹനം മറ്റൊരു വാഹനത്തിലെങ്ങാൻ വരുത്തിയാൽ പിന്നെ അങ്ങാടി 1/2 മണിക്കൂർ കച്ചറയാണ്. അതിൽ അഭിമാനം കൊണ്ടാണ്. 50 പൈസ ബസ്സിന് ബാക്കി കിട്ടാൻ എങ്ങാനും മറന്നാൽ കണ്ടക്ടർ ചീത്ത വരാൻ അതിലൊരു അഭിമാനമാണ്. സഹോദരങ്ങളെ, അല്ലാഹ് പറയാൻ കുറേ പേരുണ്ടാവും ഹറമില് കഅബയിൽ പോയിട്ട് ലക്ഷക്കണക്കിന് റുപ്യ കൊടുക്കുന്നുണ്ടോ, അല്ലാഹ് തിരിഞ്ഞു കൊടുക്കില്ല. ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകാൻ. പ്രവാചകന്റെ ഹദീസ് വല്ലദീ നഫ്സി ബിയദിഹി, അഥവാ അല്ലാഹുവേ സത്യം, നബിയുടെ വാക്കാണോ. ലാ യദഉല്ലാഹു റഹ്മത്തുഹു, എല്ലാവർക്കും കൊടുക്കുന്ന പൊതു കാരുണ്യമല്ലോ. നമ്മൾ തേടുന്ന അല്ലാഹുവേ കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂല. ഇല്ലാ അലാ റഹീം, മറ്റുള്ളവരോട് കരുണ ചെയ്യാത്ത ഒരാൾക്ക്, മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരാൾക്ക് നമ്മൾ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്? ഒന്ന്, കുടുംബത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അതിന് നമ്മൾ മറ്റുള്ളവരോട് നന്നായി പെരുമാറണം അല്ലാഹ് പറഞ്ഞിട്ടോ. 2, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥന പടച്ചോനെ പുറത്തേക്കണേന എന്നും നമ്മൾ പ്രാർത്ഥിക്കും. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാത്ത, മലയാളത്തിലോ അറബിയിലോ പറയാത്തൊരു ദിവസം വിശ്വാസത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ പാപങ്ങൾ മുഴുവൻ അല്ലാഹ് പുറത്തേക്കണം. ഇൻഷാ അല്ലാഹ് പുറത്തു തരും. പടച്ചതമ്പുരാൻ മുജീബുദ് ദുആൻ ഗഫൂറാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവരും മുഴുവൻ പാപങ്ങളും കൊടുക്കുന്നവനാണ്. പക്ഷെ അതൊരു കാര്യം പറഞ്ഞു, എന്താ മാനദണ്ഡം അറിയും? വലിയഅഫു വലിയസ്ഫഹു അലാ തുഹിബ്ബുന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ നിങ്ങളോട് ചെയ്ത തെറ്റുകളും നിങ്ങൾ പുറത്തു കൊടുക്കണം കേട്ടോ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം കേട്ടോ. എങ്കിൽ അല്ലാഹു നിങ്ങളുടെ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തരും. നമ്മൾ അല്ലാഹുവോട് പാപങ്ങൾ പൊറുക്കണമേ എന്ന് തേടുമ്പോൾ അല്ലാഹ് നോക്കിയിട്ട് എന്തറിയോ, നമ്മളോട് ചില ആൾക്കാർ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ അല്ലാഹുവിന്റെ എന്തിനാ പാപമോചനം തേടുന്നത്? നമ്മൾ അല്ലാഹുവിനെ തെറ്റ് ചെയ്തിട്ട് തന്നെയാണ്. പടച്ചവന്റെ മുന്നിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ട് തന്നെയാണ്. കണ്ണുകൊണ്ടും കാതുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തെറ്റുകൾ ചെയ്തിട്ട് തന്നെയാണ് പടച്ചവനെ പുറത്തു തന്നെ തേടുന്നത്. ആ തേട്ടം
ഞാൻ പുറത്തു കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അവിടെ ഞാനൊരു മനുഷ്യരെ പുറത്തെടുക്കൂല, ഞാനൊരു മനുഷ്യരോട് വിട്ടുവീഴ്ച ചെയ്യൂല. ഞാനൊരൊറ്റ കുട്ടിക്ക് ഇന്നോട് മാപ്പിച്ചോട് അഞ്ചു നോക്കുന്നു കരുതുന്നുണ്ടോ എന്ന് പറയുവാണെങ്കിൽ അവന്റെ തലക്ക് മുകളിലേക്ക് ഒരു ഹരഫ് പൊങ്ങൂല, എത്ര വാപ്പിച്ചാലും പൊങ്ങൂല. ഇത് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ നമുക്ക് പറഞ്ഞതിന്റെ വാചകമാണ്. ഇത് അറിഞ്ഞിട്ടാ നമ്മൾ നിസ്കരിക്കുന്നത്, ഇത് അറിഞ്ഞിട്ടാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എത്ര വക്കം നമ്മൾ പറഞ്ഞത് സലാം പറയലേ ചില ആൾക്കാരെ കാണുമ്പോൾ ആഗ്രഹിക്കാൻ, കാരണം പറഞ്ഞാൽ മറക്കണല്ലോ. അതുകൊണ്ട് അയാൾ മിണ്ടരുതേ, അയാൾ കല്യാണത്തിൽ ക്ഷണിക്കരുതേ, അയാൾ ക്ഷണിച്ചാൽ പോകൂല, മിണ്ടൂല, സലാം പറയൂല. എത്രയോ വർഷങ്ങളായി ഇപ്പോഴും തെറ്റി 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 ഒരൊറ്റ വട്ടം എന്തെങ്കിലും ഒന്ന് ചെയ്തതിന്റെ പേരിൽ, രണ്ടോ മൂന്നോ വട്ടം ചെയ്തതിന്റെ പേരിൽ വർഷങ്ങളോളമായി കുടുംബപരമായി തെറ്റി നിൽക്കുന്ന ആൾക്കാർ രണ്ടു കൂട്ടരും പടച്ചോന്റെ മുന്നിൽ വന്നിട്ട് അല്ലാഹുവിനെ പ്രാർത്ഥിക്കാം, പടച്ചോനെ എനിക്ക് പുറത്തു തരണമേ. അതിനാ ചോദിക്കുന്നത്, അതിനാ പടച്ചോൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾ ചെയ്ത ആയിരക്കണക്കിന് പാപങ്ങൾ പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ അയൽവാസി, നിങ്ങളുടെ സഹപ്രവർത്തകൻ, നിങ്ങളുടെ മുസ്ലിമായ സുഹൃത്ത്, നിങ്ങളുടെ മുസ്ലിം സഹോദരൻ നിങ്ങളോട് ചെയ്ത 5 പാപങ്ങൾ പുറത്തു കൊടുക്കാൻ കഴിയാത്ത നീയാണോ എന്നോട് 25 കൊല്ലത്തെ പാപം പൊറുക്കാൻ വേണ്ടി നോമ്പ് നോട്ട് കേടുന്നത്? ഇത് ഇസ്ലാമികപരമായി നമ്മൾ ശരിക്കും പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയങ്ങൾ ക്ലാസ്സിൽ കൊടുക്കുമ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും നേരത്തെ നബിയുടെ ക്ലാസ്സുകൾ ഓടി ഓടി ക്ലാസ് കഴിയുമ്പോഴേക്കും അദ്ദേഹം തിരിച്ചു വന്നു. പ്രവാചകൻ ചോദിച്ചു, അല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എവിടേക്കാണ് ഈ പോയത്? അബൂ ഹുറൈറ പറഞ്ഞു, റസൂലുള്ളാഹ് എന്റെ അമ്മോനെ ഞാൻ തെറ്റിക്കേനി, എനിക്ക് ഇത്ര ഗൗരവമുണ്ടെന്ന് അറിയില്ല. ഞാൻ കേട്ട ദുആ അല്ലാഹു സ്വീകരിക്കുമെങ്കിൽ ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരം ഇസ്തിഗ്ഫാറുണ്ടല്ലോ, പാപമോചനമുണ്ടല്ലോ, ഈ പാപമോചനം അല്ലാഹു സ്വീകരിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് വേണ്ട ക്ലാസ് ഞാൻ കേട്ടത്? ഞാൻ പോയി അമ്മാവനോട് പോയിട്ട് ഞാൻ ന്യായോ അന്യായോ ആരെയൊന്നും ഞാൻ പരിഹരിച്ചില്ല. എന്റെ പരലോകവും എന്റെ പ്രാർത്ഥനയും എന്റെ ഖബറും എനിക്ക് പ്രശ്നമല്ലേ. അതുകൊണ്ട് ഞാൻ പോയി സലാം പറഞ്ഞു വന്നു, മിണ്ടി വന്നു. എവിടെ നിന്നാണറിയോ? ഇതൊരു അറിവിൽ നിന്നാണ്. എന്താ അറിയുന്നറിയോ? എന്താ അറിയുന്നറിയോ? ആയിരക്കണക്കിന് പാപങ്ങൾ പൊറുക്കാൻ നാഥനോട് കൈകൾ തേടുമ്പോൾ 5 പാപങ്ങൾ ചെയ്ത എന്റെ അയൽവാസിയോട് പൊറുക്കാൻ ഒരു ഹൃദയം ഉണ്ടോ എന്നുള്ള നോക്കുന്നുണ്ട്. സഹോദരിമാരുണ്ടാവുമല്ലോ, സഹോദരിമാരെ കേൾക്കണം. നമ്മളോട് ഏട്ടത്തിയോ അനിയത്തിയോ നാത്തൂനോ മരുമകളോ ആരെങ്കിലും ചെയ്ത ഒരു തെറ്റിന്റെയോ 2 തെറ്റിന്റെയോ പേരിൽ ഇത്രയും കാലം കുശുമ്പും കുന്നായ്മയും തെറ്റുമായിട്ട് നിൽക്കുകയാണെങ്കിൽ എത്ര തഹജ്ജുദിൽ പടച്ചോടി ഇസ്തിഗ്ഫാർ തേടണ്ട, ബാക്കി തേടിക്കൊള്ളി. ഇസ്തിഗ്ഫാർ പടച്ചതമ്പുരാൻ തരണമെങ്കിൽ അള്ള വെച്ച മാനദണ്ഡമാണ്. ഇത് നമ്മൾ അറിയാതെ പോകരുത്. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം പടച്ചോ നോക്കുന്നുണ്ട്. സോമനെ ഇസ്ലാമികത്തിൽ ഒരു സംഭവം പറയട്ടെ. അലി റളിയല്ലാഹു അൻഹു, അന്നത്തെ അറബികളുടെ രീതി അനുസരിച്ച് എല്ലാ വീട്ടിലും ജാരിയ വേലക്ക് നിൽക്കുന്ന ആളുകളുണ്ടോ? അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വേലക്ക് നിൽക്കുന്ന സഹോദരി പാത്രം എടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് പാത്രം താഴേക്ക് വീണു, പൊട്ടി. അലി റളിയല്ലാഹു അൻഹുവിന്റെ ദേഹത്തിലൂടെ വരഞ്ഞിട്ടാ പോയത്, കയ്യിൽ അങ്ങനെ മുറിയായി. സ്വാഭാവികമായി പെട്ടെന്ന് നമ്മുടെ ദേഹത്തിൽ മുറിവുണ്ടാകുന്നു, പാത്രം പൊട്ടുന്നു, അശ്രദ്ധ കൊണ്ടുണ്ടാകുന്നു. ഒരു വീട്ടിന്റെ ഉടമസ്ഥർക്ക് ദേഷ്യം ഉണ്ടാവും. ജാരിയത്തിന്റെ മുഖത്തേക്ക്, ആ വീട്ടിലെ വേലക്കാരുടെ മുഖത്തേക്ക് അലി റളിയല്ലാഹു അൻഹു നീരസത്തോടു കൂടി നോക്കി, ദേഷ്യത്തോടു കൂടി. ആ സഹോദരി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാദിമിന വൈ വആഫിന അനിന്നാസ്, ഖാദിമിന വൈ വആഫിന അനിന്നാസ്. കോപത്തെ പിടിച്ചു വെക്കുകയും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും കേട്ടോ. 3 തവണ ഓതി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, തിരിച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, ഇനി എന്റെ വീട്ടിൽ നിൽക്കണ്ട കേട്ടോ, സന്തോഷം. കാരണം അടിമകളുടെ രൂപത്തിൽ അവർ സ്വാഭാവികമായിട്ടല്ല വിടും. നിങ്ങൾ സ്വതന്ത്രരാണ് കേട്ടോ, പിരിച്ചുവിട്ടു, സന്തോഷം കൊണ്ട് പിരിച്ചുവിട്ടു. എന്റെ പറഞ്ഞാൽ ആ സഹോദരി ഓതിയ ആയത്താണ്, അല്ലേ നിങ്ങൾ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യമല്ലോ, അന്ന് നിങ്ങളെ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ എന്റെയൊക്കെ അബദ്ധത്തിൽ വശാൽ സംഭവിച്ച ഈ പാപം നിങ്ങൾ പൊറുക്കണം കേട്ടോ, നിങ്ങൾ മറക്കരുത് കേട്ടോ, നിങ്ങൾ സഹാബിയാണ് കേട്ടോ. ഇതാ നമ്മളോട് പറയാനുള്ളത്. ഇതാ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടി. നമ്മൾ എന്തൊക്കെ വാശി പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നം പറഞ്ഞാലും നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാത്തിടത്തോളം കാലം നമ്മുടെ പാപം തലക്ക് മുകളിലേക്ക് പടച്ചതമ്പുരാൻ പൊറുക്കാൻ വേണ്ടി ഉയർത്തിയിട്ടില്ല. അത് റസൂൽ പറഞ്ഞ 2 പേര് പ്രാർത്ഥിക്കുമ്പോൾ റസൂൽ പറഞ്ഞു,
അവരുടെ തലയ്ക്ക് മുകളിലേക്ക് ഒരു ദുആയും ഉയർന്നിട്ടില്ല. മൻ ഹുമാ യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹ് ആ പ്രാർത്ഥനയാണ് ഉയരാത്തത്. റജുലാനി അല്ലെങ്കിൽ ഇഖ്വാനി, രണ്ട് സഹോദരങ്ങൾ, മുതസ്വാലിമാനി, അവർ പരസ്പരം ഇപ്പോഴും തെറ്റിയോടങ്ങനെ നിൽക്കാൻ. നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ നമ്മൾ പാപം പുറത്തു കൊടുക്കുക, അല്ലെങ്കിൽ പടച്ചതമ്പുരാൻ നമ്മുടെ സ്വഭാവം പരിഗണിച്ചിട്ടാണ് എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കി പരലോകത്ത് മുൻനിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി പറയാം, നമ്മൾ അള്ളാഹ് ഏറ്റവും കൂടുതൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന്, കുടുംബത്തിൽ നമുക്ക് സുരക്ഷിതത്വം, കാരുണ്യം, അതിന് നമ്മൾ വാക്കുകളോട് കാരുണ്യം കാണിക്കണം. 2, പാപങ്ങൾ പുറത്തുത്താൻ, മുഴുവൻ പാപങ്ങൾ പുറത്തുത്താൻ. നമ്മൾ ഒരിക്കലും മുന്നിൽ ബാക്കിയുള്ളവർക്ക് നമ്മുടെ പാപങ്ങൾ, അവർ നമ്മളോട് ചെയ്ത തെറ്റിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണം. ശത്രുതയും വിദ്വേഷമില്ലാതെ പോകണം. അനിഷ്ടണ്ടാവും, പക്ഷെ പരലോകത്തിന് വേണ്ടി മാപ്പായി കൊടുക്കണം. 3-മത്തത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രതിസന്ധി ഘട്ടം, പ്രയാസഘട്ടം, ജീവിതത്തിലെ കഷ്ടപ്പാടിന്റെ ഒരു സന്ദർഭം. പടച്ചോനെ നീ എന്നിൽ വരുത്തരുതേ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സന്ദർഭം. ഭാര്യ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ, ചിലപ്പോൾ കുട്ടി അല്ലെങ്കിൽ ഭാര്യ, അങ്ങനത്തെ സന്ദർഭം ഉണ്ടാവും. ഗൾഫിൽ നിന്ന് പൈസയും കൊണ്ടുവന്നു, നാട്ടിൽ ഉള്ള പൈസക്ക് ഒരു സംരംഭത്തിന് കൊടുക്കാൻ നിൽക്കാൻ. പടച്ചോനെ ഇത് തകർന്നാൽ കുടുംബടക്കം പോകും. അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ ഉപയോഗിച്ച് സാമ്പത്തികമായി ക്രയം തകർന്നിട്ട് ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കുക. ഇങ്ങനത്തെ സഹായം, ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുമല്ലോ. നമ്മൾ മാത്രം ഒറ്റപ്പെടുക, ആരും സഹായിക്കാനില്ലാതാകുക, എല്ലാവരും ആക്ഷേപിക്കപ്പെടുക. അങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടം, പ്രവാചകന്റെ വാക്കുണ്ടോ? അത്തരം സമയത്ത് നമ്മൾ അല്ലാഹു തേടൂലേ, പടച്ചോനെ ഇന്ന് ഒറ്റപ്പെട്ടല്ലേ നാഥ, അല്ലാഹ് നീ എന്നെ സഹായിക്കണം നാഥ, പടച്ചോനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരയേറ്റണമേ നാഥ. നമ്മൾ ആ സമയത്ത് എന്താ ഉദ്ദേശിക്കുന്ന സമയം? പടച്ചോനെ നിന്ന് രക്ഷപ്പെടുത്തണം. കടത്തുനിന്ന് കല്യാണപരമായ നടക്കാത്ത പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം എന്തായിക്കോട്ടെ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നാം കരകയറ്റണം. പ്രവാചകന്റെ വാക്കാട്ടോ, മൻ യസ്സറ അലാ മുഅസ്സി, നമ്മൾ ആരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളുടെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരവും എളുപ്പവും നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തും പരലോകത്തും അയാളുടെ പ്രശ്നത്തിന് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. നമ്മൾ ആശുപത്രിയുടെ മുമ്പിൽ നിന്ന് അല്ലാഹുവോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമോ, അത് ഒരു കാര്യം നോക്കും. അതിന്റെ മുമ്പ് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും സഹായം ചോദിച്ചു വന്നപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയോ? ഏതെങ്കിലും ഒരു ഇസ്ലാമികമായ കാര്യത്തിൽ നമ്മുടെ വക സ്വതന്ത്രയായി വല്ലതും കൊടുത്തിയോ? ഏതെങ്കിലും ഒരു സാധു മനുഷ്യൻ വീടില്ല, ഭക്ഷണമില്ല, കഷ്ടപ്പാടാണെന്ന് പറഞ്ഞപ്പോ ഉള്ളതിൽ നിന്ന് കൊടുക്കാതെ മനസ്സിലാക്കിയോ? ഇത് അള്ളാഹു നോക്കൂ, ഇത് പടച്ചോ നോക്കൂ. ഇത് നോക്കിയിട്ട് അള്ളാഹു പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കൊള്ളൂ. നമ്മുടെ മുന്നിലേക്ക് ഒരു മനുഷ്യർ സാമ്പത്തികമാണോ അങ്ങനെ സഹായിക്കാൻ കഴിയുക അല്ല. നമ്മൾ പറഞ്ഞാൽ മറ്റൊരാൾക്ക് പൈസ കൊടുക്കാൻ കഴിയോ? നമ്മൾ പറഞ്ഞാൽ സഹായിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യാം. ഒരാളുടെ മുന്നിൽ പോയി റെക്കമെൻഡേഷൻ ചെയ്താൽ അയാൾക്ക് അയാളുടെ സൗകര്യപ്രകാരം ജീവിതത്തിൽ പ്രതിസന്ധി നീങ്ങുമോ? അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്യാം. നമ്മളൊന്ന് വിട്ടുവീഴ്ച ചെയ്താൽ അയാൾക്ക് സൗകര്യം ഉണ്ടാകുമോ? അത് ചെയ്തെടുക്കുക. ഇതൊന്നും ചെയ്യാതെ പരുക്കൻ ഹൃദയം, പിശുക്കനായ ജീവിതം, ആദ്യമുള്ള ജീവിതം. ഒരു മനുഷ്യന് ഒരു ഉറുപ്പി കൊടുക്കൂല, ഒരു മനുഷ്യനെ സഹായിക്കൂല. ആരെങ്കിലും സഹായിക്കുന്നത് എന്തിനാ? പള്ളിക്ക് പൈസ, ഇവിടെ തിന്നാനായിട്ടാ, ഇവിടെ ഉടുക്കാനായിട്ടാ, ഒരു വാപ്പാവരും വലിയപ്പാരും ധാരാളം കാട്ടിക്കാൻ. ഇത് പറഞ്ഞിട്ട് ഒരു ഉറുപ്പ്യ ചെലവഴിക്കാതെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് അവനാന്റെ കുട്ടിന്റെ പ്രസവത്തിന് ഡോക്ടർ ഇരട്ട കുട്ടികളാണ്, ഒന്നിന് 2 കുട്ടികൾ പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഉമ്മ മരിക്കും, അല്ലെങ്കിൽ ഉമ്മ പുറത്തേക്ക് വരും. 2 കുട്ടി മരിക്കുന്നവരിവിടെ പടച്ചോനെ സഹായിക്കണമെന്ന് തേടുമ്പോഴേ കണ്ടുകൂടുതൽ ഓർമ്മ വരണം. വീടിന്റെ അയൽവാസികളിൽ, കുടുംബക്കാരിൽ, നാട്ടുകാരിൽ ഇതേ അവന്റെ കണ്ടുമായി നമ്മളോട് കൈകൾ നീട്ടിയ എത്ര മനുഷ്യരെ നമ്മൾ മാറ്റിയെടുക്കിയത്. ഇപ്പൊ നമുക്ക് അല്ലാഹ് ആവശ്യമില്ലേ? ഇതാ പടച്ചോന്റെ ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാ ചില ദുആകളൊന്നും നമ്മൾ എന്റെ നടക്കാൻ പറഞ്ഞ് സ്വീകരിക്കാതിരിക്കുന്നതാണോ കാരണം നമ്മൾ സ്വയം പരിശോധിക്കാം. പ്രവാചകന്റെ വാക്കെന്തറിയോ? ശരിക്കും നമ്മൾ വല്ലാഹു ഫീ ഔനിൽ അബ്ദി, പടച്ചോൻ അവന്റെ അടിമകളായ നമ്മളെ സഹായിക്കും ഉറപ്പാണ്. കടത്തുന്ന പടച്ചതമ്പുരാൻ നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരും, വല്ലാഹി കൊണ്ടുവരും, അല്ലെങ്കിൽ അല്ലാഹു ഒരു തീരുമാനം ഉണ്ടാക്കും. സ്വർഗം നഷ്ടപ്പെടുന്ന, നരകത്തിൽ എത്തിപ്പെടുന്ന അവസ്ഥയിൽ കള്ളമാക്കും. നമ്മുടെ കുട്ടിന്റെ വിഷയം, നമ്മുടെ വീടിന്റെ വിഷയം, നമ്മുടെ കച്ചവടത്തിന്റെ വിഷയം പടച്ചോൻ തീരുമാനാക്കും. എപ്പോഴറിയോ? തന്റെ സഹപ്രവർത്തകരെ
നിൽക്കുക. നമ്മുടെ മുന്നിലേക്ക് കൈകൾ നീട്ടുമ്പോൾ ഓലങ്ങായ ഒന്ന് അഞ്ചുമറ ഇല്ലാത്ത ഓരോന്നും ഹക്കാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ, കച്ചറകൾ കൊടുക്കുന്നവരുണ്ട്, സത്യസന്ധമാണെങ്കിൽ അവരെ സഹായിക്കാൻ ശാരീരികമാണോ മാനസികമാണോ സാമ്പത്തികമാണോ എങ്ങനെയാ കഴിയുക? ഒരാളെ സഹായിക്കാനുള്ള മനസ്സുണ്ടോ അയാളൊക്കെ സഹായിക്കും. മനസ്സിന്റെ പിശുക്കനാണോ കടുകട്ടി ഹൃദയാണോ എല്ലാവരും കളിയാക്കി ജീവിക്കാനോ അവനാലെ കാര്യം മാത്രം നോക്കാനോ എങ്കിൽ പടച്ചോനെ മുന്നിൽ കൈകൾ ഉണ്ടാക്കാനുണ്ട്. പടച്ചോനാ മനുഷ്യൻ തിരിഞ്ഞോക്കില്ല. ഞാനാണെങ്കിൽ തിരിഞ്ഞോക്കില്ല. സഹോദരിമാരെ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തിരിഞ്ഞോക്കില്ല. നമ്മൾ മാറുക. പ്രവാചകൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഓരോ ദിവസവും 2 മലക്കുകൾ ഇറങ്ങി വരും. ഓരോ ദിവസവും 2 മാലാഖമാർ ഇറങ്ങി വരും. അവർ പ്രാർത്ഥന കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ പടച്ചോനെ അഅതി മുൻഫിഖൽ ഖലഫ. ആൾക്കാർക്ക് ഉള്ള പൈസയുണ്ട്, ആൾക്കാർക്ക് ഉള്ള സമ്പത്തുണ്ട്, അവരാണ് കഴിയുന്ന കാര്യങ്ങൾക്ക് ദീനിനും സാധുക്കൾക്കും കട്ടപ്പെടുന്നവർക്കും ദീനിന്റെ മാർഗത്തിൽ ദഅവത്തിലൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹ് കൂടുതൽ നൽകണമെന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. കഴിഞ്ഞില്ല. അല്ലാഹുമ്മ അഅതി മുൻഫിഖൽ ഖലഫ. പടച്ചോനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഞാൻ വെച്ചുണ്ടാക്കിയതാണ്, നിങ്ങൾ ചോദിക്കാൻ കൊടുക്കാനല്ല, നിങ്ങൾ ഇന്ന് തന്നെ പണി എന്ന് പറഞ്ഞ് ഓരോ മനുഷ്യനെയും രോഗികളെയും പട്ടിണി കിടക്കുന്നവരെയും യതീമുകളെയും കട്ടപ്പെടുന്നവരെ മുഴുവൻ ആട്ടി അകറ്റുന്നവർക്ക് പടച്ചോനെ ദാരിദ്ര്യം നീ കൊടുക്കണമേ. ദാരിദ്ര്യം പൈസ ഒറ്റ പെട്ടെന്നില്ലാതെ, അല്ലെങ്കിലോ പൈസ ഉണ്ടാവും, ജീവിക്കാൻ കഴിയാതിരിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നോടൊപ്പം പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, പറഞ്ഞ പദ്ധതിയിൽ എഴുതാം. നമ്മൾ നമ്മുടെ ഈ കൂടെയുള്ള നമ്മുടെ മുഴുവൻ ആൾക്കാർ, നമ്മുടെ വാപ്പ അമ്മ ഭാര്യ മക്കള് നമ്മുടെ അയൽവാസികൾ നമ്മൾ ഇടപെടുന്ന ആൾക്കാരില്ല, ഇവരോട് നമ്മളുടെ പെരുമാറ്റം ഓരോന്ന് നടക്കുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഒരു വിഷയത്തിൽ അവരോട് പെരുമാറുന്നത് അതേപോലെയാണ് ആ വിഷയത്തിൽ അള്ളാഹു എന്റെ മേൽ വിധിക്കുക. ഒരു സുദീർഘമായ ഹദീസ് പെട്ടെന്ന് വായിക്കാം, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനാണ്. ദുനിയാവിൽ ഒരാൾ മറ്റൊരാളുടെ പ്രയാസം നീക്കി കൊടുത്താൽ, ഇങ്ങനെ വിശദമായിട്ടുള്ള ആലോചിക്കാം. പ്രയാസം നീക്കാൻ എന്തൊക്കെ പ്രയാസമുണ്ടോ അത് ഏതെങ്കിലും ഒന്ന് മാനസികമായിട്ടുള്ള പ്രയാസമാണെങ്കിൽ, അല്ലടാ ഞാൻ കൂടെ ഒരു കൗൺസിലറെ പോയി കാണാം, എനിക്ക് പൈസ അല്ലേ അത് ഞാൻ തരടാ, പൗതി എടുക്കാൻ കഴിയുള്ളൂ. ഒരു കാര്യം വേണ്ടി എനിക്ക് പെട്ടെന്ന് പോകാൻ വണ്ടിയില്ല, എന്റെ വണ്ടി കയറിക്കോ, എനിക്ക് പെട്ടെന്ന് സ്ഥലം വരെ പോകണം, എന്റെ വണ്ടി എടുത്ത് കൊണ്ടേക്കോ, അല്ല ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആലോചിക്കാം. എന്റെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റുകൾ കൂടുതൽ വന്നാൽ വീട്ടിലെ മുറ്റത്ത് 12 സൗകര്യം എന്റെ വീട്ടിൽ ഇട്ടണം. എന്തൊക്കെയുള്ള സൗകര്യം നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്താൽ പ്രവാചകന്റെ വിശ്വാസം വരട്ടോ. അയാൾക്ക് പരലോകത്ത് ഇതേപോലെ അള്ളാഹു അയാളെ സഹായിക്കും. അബദ്ധവശാലുണ്ട് അത് സാരല്ല, അയാൾ ദുനിയാവുന്ന ബാക്കിയുള്ളവരെ സഹായിച്ച ആളാണ്. അയാളെ പടച്ചതമ്പുരാൻ പരലോകത്ത് സംരക്ഷിക്കും. ഏതെങ്കിലും ഒരാൾ മറ്റൊരാൾ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അയാളുടെ പ്രയാസം ഇയാൾ ദൂരീകരിച്ചു കൊടുത്താൽ 2 ലോകത്തും അയാൾ അനുഭവിക്കുന്ന പ്രയാസത്തെ പടച്ചതമ്പുരാൻ ദൂരീകരിക്കും. ഒന്ന് പറയട്ടെ, ഏതെങ്കിലും ഒരാൾ മറ്റൊരാൾ രഹസ്യം അറിയാം, ആരോടും പറഞ്ഞില്ല, അയാളുടെ ജീവിതത്തിൽ പറ്റിയ രഹസ്യങ്ങളെയും പബ്ലിക്കായി അറിഞ്ഞാൽ അപമാനിതനാകുന്ന ഒരവസ്ഥയെയും അള്ളാഹു മറച്ചു വെച്ചു കൊടുക്കും. എന്നിട്ട് പറയാം, ആരെങ്കിലും മറ്റ് സഹോദരങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അയാളെ സഹായിച്ചു. എല്ലായിടത്തും അള്ളാഹ് വെച്ച മാനദണ്ഡങ്ങൾ ആലോചിച്ചു. നമ്മൾ ബാക്കിയുള്ളവരോട് അങ്ങനെ പെരുമാറിയാൽ അള്ളാഹു നമ്മളോട് അങ്ങനെ പെരുമാറും. ഇത് നമ്മൾ മറക്കരുത്. നമ്മളെ വണ്ടിമ അറിയാതെ വേഗെടുക്കുമ്പോൾ ഒരാളിങ്ങനെ നല്ല ദേഷ്യം വരും. കാരണം വലിയ ആക്സിഡന്റ് അനുഭവിച്ചല്ലോ ഒന്നും അരുതി നമുക്ക് പുറത്തു കൊടുക്കാൻ നമ്മൾ ആലോചിക്കാൻ തരും. പടച്ചോനെ ഞാൻ സാരില്ല എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ രഹസ്യമായി 5-10 കൊല്ലം ചെയ്ത മുഴുവൻ പാപം 10 കൊണ്ടുവരും.
അല്ല, ഞാൻ എന്റെ പേര് ഇങ്ങനെ കച്ചറുണ്ടാക്കി വച്ചുണ്ടാക്കി ഞാൻ ചോദിക്കൂടെ എന്റെ സ്വഭാവതാണെന്ന് പറഞ്ഞാൽ അതിൽ പരലോകത്ത് ഇതേപോലെ 45-ാമത്തെ വയസ്സ് മുതൽ 55-ാമത്തെ വയസ്സ് വരെ ഓരോ ദിവസവും എണ്ണി അതാണ് ചോദിക്കും. നമ്മളാ തീരുമാനിക്കട്ടെ നമ്മുടെ വിധി എങ്ങനെയാകണം, നമ്മളാ തീരുമാനിക്കട്ടെ പടച്ചോൻ ഇതിനോട് എങ്ങനെയാകണം, നമ്മളെ തീരുമാനിക്കട്ടെ. പ്രവാചകരുടെ സഹായത്തിൽ ചോദിച്ചില്ലേ റസൂല എനിക്ക് സമാധാനം കിട്ടാൻ ഞാൻ എന്താ ചെയ്യട്ടെ? എന്താ പറയാ വീട്ടിലുള്ള ആൾക്കാർക്ക് ഈ സമാധാനം കൊടുത്താൽ മതി, അപ്പൊ അള്ളാഹു അവർക്ക് സമാധാനം തരും. പാപ്പാക്കും ഉമ്മാക്കും മക്കൾക്കും ഭാര്യക്കും ഭർത്താവിനും ഈ ഹൃദയവിശാലം കൊടുത്തിട്ടുള്ള സ്നേഹിച്ചാൽ മതി, ബാക്കി അല്ല നോക്കും. ബാക്കി അള്ളാഹ് സമാധാനം തരിക. പക്ഷെ അന്റേക്ക് ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടണം. നിന്റെ അയൽവാസിനെ പറ്റി നല്ലത് പറയണം. എന്തെങ്കിലും ഒരു ഇങ്ങനെ നിൽക്കുന്ന ഒരു മതില് ഒരു ചെറുതായിട്ട് എന്താ ഒരു കോണായി കൊടുത്താൽ ആ നാട്ടിലുള്ള മുഴുവൻ വാഹനം കൂടെ പോകും. ഒരു ഇഞ്ച് കൊടുക്കില്ല, ഒരു ഇഞ്ച് വിട്ടില്ല. ഒരൊറ്റ ചാടി ഇങ്ങനെ മതിലിങ്ങളാക്കി കൊടുത്താൽ ആ പ്രദേശത്തേക്ക് ലോറി ആകട്ടെ വാഹനമൊക്കെ വരും. പക്ഷെ ആ മതിൽ ഇങ്ങനെ ആക്കി കൊടുക്കില്ല. അയാൾ പള്ളിക്കും കാഴ്ചക്കും പോയിട്ട് അല്ലാണ്ട് അടച്ചോനെ എന്റെ ഹൃദയത്തിനെ വിശാലമാക്കണേ തേടുന്നു. അവനാന്റെ അയൽവാസികൾക്ക് പ്രളയം വന്ന് അയാളുടെ കഴുത്തിൽ വെള്ളം ചളിവെള്ളം വന്ന് ഇവിടെ കുടിക്കാൻ പാടില്ലാത്ത അവസ്ഥയെ പറ്റിയൊക്കെ വരുമ്പോ ഒരു മാസപ്പെടുന്ന നമ്മളൊക്കെ ഉണ്ട്. പടച്ചോൻ തന്നതാണ്, കൊടുക്കുന്നവർ അള്ളാഹു അവ ഉണ്ടാക്കിക്കോളും. വെള്ളാണ്. അപ്പോഴേക്കും 10 ദിവസം അപ്പുറണ്ടായ ഒറ്റിട്ടോ എന്ന് പറഞ്ഞ് ആട്ടി വിടുക. അള്ളാഹ് എന്താ ചെയ്യാറിയോ? അതെന്താ ചെയ്യാറിയോ? ആക്സിഡന്റ് പറ്റി കോവിലാലിക്കാൻ ഇട്ടു. ഒറ്റ കുട്ടി തിരിഞ്ഞോക്കാൻ റോഡിൽ കൂടെ പോകും, ആഗ്രഹിക്കും കോവിലാലിക്കാൻ പറ്റും. ഒരു മനുഷ്യൻ നിന്ന് തിരിഞ്ഞോക്കി കിടക്കി വച്ചയും കൊണ്ടൂല, ശബ്ദം ഉണ്ടാക്കാൻ കഴിയില്ല, കയ്യിക്കാർക്ക് അവിടെ കിടക്കാം. ഇത് നമ്മൾ എപ്പോഴും ആലോചിക്കുക. നമ്മളിങ്ങനെ പറയല്ലോ എന്റെ വാപ്പാന്റെ സ്വഭാവം എങ്ങനെയാണ്, ഉമ്മാന്റെ സ്വഭാവം എങ്ങനെയാണ്, ഞാൻ എന്താ കാട്ടുക? സ്വങ്ങളെ നാം മാറുക, തീരുകൊണ്ട് നമ്മൾ മാറുക, നമ്മൾ ആളുകൾക്ക് സന്തോഷം കൊടുക്കുന്ന ആളാകുക. അതിനർത്ഥം നമുക്ക് ദേഷ്യത്തിലൊന്നല്ല. പക്ഷെ എന്ത് വിഷയത്തിലും ഈ മനസ്സ് നമുക്ക് ഉണ്ടാകുക. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ഇന്റെ വിഷയത്തിൽ അവതരിക്കുക. ഇന്റെ മുന്നിൽ ഒരാൾ വന്നു, എന്റെ കയ്യിൽ 10 ഉറുപ്പിക ഉള്ളൂ. അയാൾ എന്തെങ്കിലും ചോദിച്ചു, 1 ഉറുപ്പിക കൊടുക്കാൻ പറ്റും, 1 ഉറുപ്പിക കൊടുക്കും, ഒന്നും കൊടുക്കാൻ പറ്റില്ലേ? 10 ഉറുപ്പിക്ക് ആവശ്യം. എടാ ഞാൻ വാങ്ങിത്തരാം, ഇപ്പഴടാ നല്ല വാക്കെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഹൃദയം സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ പടച്ചവരാൻ ജീവിതത്തിൽ ബർക്കത്ത് നൽകുന്നത് അനുഭവിക്കാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതുപോലുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ നാഥാനെ ഞങ്ങൾക്ക് വിട്ടു പുറത്തു മാപ്പാക്കി റഹ്മാനെ. അല്ലാഹുവേ, കത്തിയാളുടെ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥാൻ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വഭാവം കൊണ്ട് ഞങ്ങളുടെ പെരുമാറ്റം കൊണ്ട് ഏതെങ്കിലും പ്രാർത്ഥനകൾ നീ തടഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ കാരുണ്യവാനായ നാഥ, നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് ആ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ മനുഷ്യരോടും കാരുണ്യത്തോടുകൂടി പെരുമാറാനും ഞങ്ങളോട് തെറ്റ് ചെയ്ത ആളുകൾ അവർ തെറ്റാണ് ചെയ്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാനുള്ള ഹൃദയവിശാലതയും നാഥാനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ജന്മാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ നാഥ എല്ലാവർക്കും നീ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൂടിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. കാരുണ്യവാനായ നാഥ, ഈ വലിയ ദുരന്തത്തിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന് റഹ്മാനായ നാഥ, നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്ത് നിന്ന് ഈ മഹാമാരിയെ എത്രയും പെട്ടെന്ന് നീ തുടച്ചു നീക്കി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായി നന്നായി പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ കാരുണ്യവാനായ നാഥ, അവർക്ക് നീ പരിഹാരം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, വിശ്വാസികളായ ഞങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും നാഥ നീ നിലനിർത്തി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തെ ഇവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ചെയ്യാതെ വിശ്വാസികളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب